ഒരുപാട് AI ടൂൾസിനെ പറ്റി സംസാരിച്ചായിരുന്നു. ഒരുപാട് വീഡിയോസ് നമ്മൾ AI ടൂൾസിനെ പറ്റി ചെയ്തു. നമ്മൾ ഈ ഒരു വീഡിയോയിലും ഒരു AI ടൂളിനെ പറ്റിയാണ് പറയുന്നത്. ജെമിനി, ഗൂഗിളിൻ്റെ തന്നെ ജെമിനി എന്ന് പറയുന്ന ഒരു AI ടൂളുണ്ട്. ആ AI ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നേരത്തെ നമ്മൾ DeepSeek, ChatGPT, Grok ഇങ്ങനെയുള്ള ഒരുപാട് AI ടൂൾസിനെ പറ്റി നോക്കി. ഏകദേശം സിമിലറായിട്ട് വരുന്നതാണ് ഈ ജെമിനി എന്ന് പറയുന്നതും. സോ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ കേസുകളിലാണ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി DeepSeek, ChatGPT, Grok ഇതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ അതിൻ്റെ ഡാഷ്ബോർഡൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ജെമിനി അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ആ ഒരു ജെമിനിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ അക്കൗണ്ട് ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് ജെമിനി സെർച്ച് ചെയ്തതിന് ശേഷം അതിന് നിങ്ങൾക്ക് ആ ഗൂഗിൾ അക്കൗണ്ട് വെച്ചുകൊണ്ട് ഇമെയിൽ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനെ നിങ്ങൾ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡിലേക്ക് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി കുറേ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ കുറേ ഡേറ്റ കാണാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അവിടെ നിങ്ങൾക്ക് ന്യൂ ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമായിരിക്കും ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു DeepSeek അല്ലെങ്കിൽ ChatGPT പോലെ തന്നെയാണ് ഇവിടുത്തെ ആ ഒരു ഇൻ്റർഫേസ് വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ കുറേ ചാറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞാൻ കുറച്ച് ചാറ്റ് ഒന്ന് കളയുകയാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ന്യൂ ചാറ്റിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ ചാറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ട പ്രോംപ്റ്റുകൾ നമുക്ക് ഇന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ സെയിം ഇൻ്റർഫേസ് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ നമുക്ക് ടോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ ജെമിനി 2.0 ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു മോഡൽ കാണാൻ നമുക്ക് സാധിക്കും. സോ ഈ ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. താഴെ നമുക്ക് ജെമിനി അഡ്വാൻസ്ഡ് ഉണ്ട്, അത് അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ, അതായത് പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇത് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആ ഒരു സെയിം ഇത് തന്നെയാണ് വരുന്നത്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തന്നെ വരുന്നില്ല. സോ ഈ നേരത്തെ പറഞ്ഞ 3 AI ടൂൾസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനോടും ചോദിച്ച് കൂടുതൽ ഡേറ്റകൾ, നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം, നിങ്ങളുടെ വർക്ക് കൂടുതൽ ഈസി ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ആഡ് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ബ്ലോഗുകൾ എഴുതാനായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്നതാണ്. സോ ഇവിടെയായിരിക്കും നമ്മൾ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, നമുക്ക് ഫയൽസുകൾ ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫയൽസുകൾ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഡോക്കായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഡേറ്റ ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഡീപ്പ് റിസർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് DeepSeekനകത്ത് നമുക്ക് ഡീപ്പ് തിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ChatGPTയിൽ വരുമ്പോഴത്തേന് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഗ്രോക്കിൽ നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ എല്ലാത്തിലും തന്നെ നേരത്തെ അവൈലബിൾ അല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാത്തിനും അതും ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്ന ഓപ്ഷൻസും അതിന് റിസർച്ച് ചെയ്യുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ എല്ലാത്തിനും ഉണ്ട്. സോ ഇവിടെ ആയിരിക്കും നമ്മൾ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പ്രോംപ്റ്റ് വേണ്ടത്, ആ പ്രോംപ്റ്റ് നമുക്ക് ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുത്ത ഒരെണ്ണം നമുക്ക് ഇവിടുന്ന് കൊടുത്ത് നോക്കാം. ആക്ട് ആസ് എ സോഷ്യൽ മീഡിയ മാനേജർ, prepare a caption for the post of MBA. ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നതാണ്. കോഴ്സ് ഫ്രം യൂണിവേഴ്സിറ്റി ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് കൊടുക്കുന്നു, ഫുൾ സ്റ്റോപ്പ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് എന്താണ് എഴുതി കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഞാനൊന്ന്
അത് ഞാൻ കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ചോയ്സ് എയും ചോയ്സ് ബി ആയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് ഓക്കെ, ഹിയർ ആർ ഫ്യൂ ക്യാപ്ഷൻ. അപ്പുറം തന്നെ ഓൾ റൈറ്റ് ലൈക്സ് ക്രാഫ്റ്റ് സം എൻഗേജിങ് ക്യാപ്ഷൻസ് ഫോർ ദ യൂണിവേഴ്സിറ്റി ഓഫ് MBA കോഴ്സ് പോസ്റ്റ്. ഇവിടെ MBA കോഴ്സ് ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് MG അങ്ങനെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓപ്ഷൻ 1-നകത്ത് ഷോർട്ട് ആൻഡ് ക്യാച്ചി. ഇവിടെ നമുക്ക് ഫോക്കസിങ് ഓൺ കരിയർ അഡ്വാൻസ്മെൻറ്റ്, ഗുഡ് ഫോർ ട്വിറ്റർ ആൻഡ് ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാമിനും ട്വിറ്ററിനും നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെവലപ്പ് യുവർ കരിയർ വിത്ത് ആൻ MBA ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് MG. ഓക്കെ, അങ്ങനെ തന്നിട്ടുണ്ട്. അതിനകത്ത് ഓപ്ഷൻ 2 ബെനിഫിറ്റ് ഓറിയൻറ്റഡ്, ഗുഡ് ഫോർ ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ഇൻസ്റ്റഗ്രാം. അതിന് വേണ്ടിയിട്ട് ഓപ്ഷൻ 2 തന്നിട്ടുണ്ട്. ഹൈലൈറ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് എൻഗേജിങ് ക്യാപ്ഷൻസും. ഇത് തന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റ് പ്രൊമോട്ടിങ് ദ MBA പ്രൊമോട്ട് ചെയ്യാനുള്ള ടൈപ്പിലുള്ള 2 ടൈപ്പിലുള്ള ക്യാപ്ഷൻസ് നമുക്ക് ഇവിടെ തരുന്നത്. അപ്പോൾ നമുക്കിത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്ത് നമുക്കത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുള്ള ഇവിടെ 5 ടൈപ്പുള്ളത് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 5 എണ്ണമാണ് തന്നിരിക്കുന്നത്. ലൊക്കേഷൻ സ്പെസിഫിക് ആണ്. ഇഫ് ടാർഗറ്റിംഗ് ലോക്കൽ ഓഡിയൻസ്, ഗുഡ് ഫോർ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ഏതെങ്കിലും ലൊക്കേഷൻ ബേസിലാണ് നമ്മളിത് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു കൊച്ചി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടുന്ന് അങ്ങനെയും ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടുള്ളത്, ഇവിടെ നമുക്ക് പ്രൊമോഷൻ, ആ ഒരു കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള 2 ടൈപ്പിലുള്ള ക്യാപ്ഷൻസും നമുക്ക് ഇവിടുന്ന് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പോസ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നല്ല നല്ല ക്യാപ്ഷൻസും ഇതുപോലെ തന്നെ ക്രിയേറ്റീവിന് വേണ്ടിയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഏതാണ് റെസ്പോൺസീവ് മോർ ഹെൽപ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് അതിന് എങ്ങോട്ടാണ് വേണ്ടത് അതിലേക്ക് നമുക്ക് ചൂസ് ചെയ്യാനാണ്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. സോ ഇങ്ങനെ നമുക്ക് ജെമിനി എന്ന് പറയുന്ന ഈ ഒരു ടൂളും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഒരുപാട് ടൂൾസുകൾ നമ്മൾ പഠിച്ചു. എല്ലാം മെയിൻലി ഈ DeepSeek അല്ലെങ്കിൽ ChatGPT, ഗ്രോക്ക്, ഈ ജെമിനി അഡ്വാൻസ്ഡ്, ഈ ജെമിനി എന്ന് പറഞ്ഞ ഈ ടൂൾസ് ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്ക് ഒരുപാട് ടൂൾസുകളുണ്ട്. സോ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുന്ന രീതിയിലേക്കൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ഇതും യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. സോ താങ്ക് യു.